യഥാർത്ഥ സൗഹൃദമായിരുന്നെങ്കിൽ പിന്നിൽ നിന്ന് ചതിക്കാൻ തോന്നുമായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് അനീഷിനോട് ചെയ്തത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള വഴക്ക് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതും. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നത് ഷാനവാസും നമ്മുടെ ആദിലയായിരിക്കും. എന്നും ഈ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്കിലും ഇന്ന് അവരുടെ ചർച്ചയിൽ അനീഷ് തന്നെയായിരുന്നു വിഷയം. അനുമോളും നൂറയും ഷാനവാസിനെ അനീഷിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കണ്ട, പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞത്. അതിനുശേഷമാണ് ആദിലയും ഷാനവാസും തമ്മിൽ ഗാർഡൻ ഏരിയയിൽ വെച്ച് സംസാരിക്കുന്നത്. അത് ഇങ്ങനെയാണ് കേട്ടോ. ഷാനവാസ് ആദിലയോട് പറയുന്നുണ്ട്, ഇന്നലെ അയാളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീണു. നിങ്ങൾ എന്നോട് സോറി പറയുകയാണെങ്കിൽ ഞാൻ സൗഹൃദത്തിൽ ആവാം എന്ന്. അയാളുടെ സൗഹൃദമെന്ന വാക്ക് അതിൽ കയറി പിടിച്ച് വർക്കൗട്ട് ചെയ്യണമെന്നാണ് ഞാൻ പരിപാടി ഇട്ടത്. അപ്പോഴാണ് നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കവും എടുത്തെറിയലും ഒക്കെ ഉണ്ടായത്. എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നാണ് ഞാൻ നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കൊഞ്ചിക്കുഴയുന്ന രീതിയിലാണ് ഷാനവാസ ആദിലയോട് സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ ആദില ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അയാളുടെ സ്റ്റിക്കർ വലിച്ചെറിയുക, സാധനങ്ങൾ വലിച്ചെറിയുക, നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? അപ്പോഴും ആദില ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനല്ല, അയാൾ ഇങ്ങോട്ട് വന്ന് കയറുകയാണ്, ഇങ്ങോട്ട് വന്ന് കയറിയാൽ പിന്നെ ഞാൻ വെറുതെ വിടോ ഇക്ക എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഷാനവാസ് അനീഷ് എന്ന ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? പഴമക്കാർ പറയുന്നത് പോലെ ഒരാളെ ചതിച്ചാൽ മറ്റൊരാളിലൂടെ ആ ചതി നമുക്ക് നേരിടേണ്ടി വരും. ഇവിടെ ആദില ഷാനവാസിനെ ചതിച്ചില്ലെങ്കിൽ കൊള്ളാം.